ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് മാനിക്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, നമുക്കറിയാം SSLC സോഷ്യൽ സയൻസ് എക്സാമിനകത്ത് എളുപ്പത്തിൽ മാർക്ക് നേടാവുന്ന ഒരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് നമ്മുടെ മാപ്പ് എന്ന് പറയുന്നത്. 4 മാർക്കാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എല്ലാ ആൾക്കാർക്കും അറിയാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫുൾ മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേടാൻ വേണ്ടി പറ്റും. സോ നമുക്കറിയാം ഏത് ചാപ്റ്റർ നിന്നാണ് ഇത് വരുന്നത്. പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജോഗ്രഫി വിഭാഗത്തെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമാറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഈ പറയുന്ന കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിന്നാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, മാപ്പിന്റെ ചോദ്യങ്ങൾ വരുന്നത്. സോ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു വേൾഡ് മാപ്പ് നിങ്ങൾക്ക് തരും, എല്ലാവർക്കും അറിയാം. അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അടയാളപ്പെടുത്തേണ്ടത്. മോഡൽ എക്സാമിന് നിങ്ങൾക്ക് ഈ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മോഡൽ എക്സാമിന് ചോദിച്ചത്. മോഡൽ എക്സാം ചോദിച്ചൊരു ചോദ്യം, ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടുകൾ ഏതാണ്? സാവിനിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ദ ക്ലൈമാറ്റിക് റീജിയൻ വിച്ച് ലൈസ് ബിറ്റ്വീൻ 55 ഡിഗ്രി ടു 70 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. ഉത്തരാർദ്ധഗോളത്തിൽ 55 മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ഏതാണ് എന്നാണ് ചോദിച്ചത്. അത് ടൈഗ എന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ഹോട്ട് ഡെസേർട്ട് ഇൻ സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്കയിലുള്ള ഉഷ്ണമരുഭൂമി ഏതാണ്? അറ്റഗാമിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഓസ്ട്രേലിയ മിതോഷ്ണ പുൽമേടുകളെ കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് എക്സാമിന് എന്ത് ചോദിച്ചിട്ടുള്ളത്. ഇത് മോഡൽ എക്സാമിനാണെങ്കിൽ മക്കളെ, ഇനി നമ്മൾ ഏതൊക്കെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് പഠിക്കേണ്ടത്? കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്ക്, മാപ്പിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് നിങ്ങൾ ഇത്രയും ഏരിയാസ് ആണ്. നിങ്ങൾ നോക്ക്, ഡെസേർട്ടിനകത്ത് താർ ഡെസേർട്ട്, അറ്റഗാമ ഡെസേർട്ട്, സഹാറ ഡെസേർട്ട്, നമീബ് ഡെസേർട്ട്. അതുപോലെ സാവിന ക്ലൈമാറ്റിക് റീജിയനകത്ത് സാവിനയും കാമ്പോസും അതുപോലെ തന്നെ ലെനോസും ആണ് പഠിക്കേണ്ടത്. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ആണെങ്കിൽ പ്രിയറി, പാമ്പസ്, വെൽഡ്, സ്റ്റെപ്പീസ് ഇതാണ് പഠിക്കേണ്ടത്. അതുപോലെ ടൈഗ റീജിയൻ ആണെങ്കിൽ ടൈഗ മേഖലയെ കുറിച്ച് എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. അപ്പം ഞാൻ ഇനി ഓരോന്നും ഈ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സിനെ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ ഹോട്ട് ഡെസേർട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉഷ്ണ മരുഭൂമികളെ കുറിച്ചാണ്. ഈ മരുഭൂമിയുമായി ബന്ധപ്പെട്ട എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, നമുക്കതൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട മരുഭൂമികൾ നിങ്ങൾ നോക്കിയോളൂ, മാപ്പിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത് മരുഭൂമികളാണ് അല്ലേ. ആ മരുഭൂമിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏതൊക്കെ മരുഭൂമി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള താർ ഡെസേർട്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ തന്നെ സഹാറയ്ക്ക് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമീബിന് ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അതുപോലെ തന്നെ അറ്റഗാമയ്ക്ക് കൊടുക്കണം. അറ്റഗാമ കഴിഞ്ഞാൽ ചോദിച്ചു, ഇനി ചോദിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത്തരത്തിലേക്കുള്ള നമ്മൾ ഇതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ ഒരു എക്സാമിന് മോഡൽ ചോദിച്ചുകൊണ്ട് മെയിൻ എക്സാമിന് വരില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊന്നും പറയാനൊന്നും പറ്റുന്നില്ല മക്കളെ. നമുക്ക് മോഡലിന് ചോദിച്ചത് തന്നെ ചിലപ്പം എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ മെയിൻ എക്സാമിന് ചോദിക്കാം, അതല്ലാതിരിക്കാം, അങ്ങനെയും സംഭവിക്കാം, ചോദിക്കാതിരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കി, ഒരാമത്തെ ചോദ്യമാണ്, എ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റ് ഇൻ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമി ഏതാണ്? അങ്ങനെ ചിലപ്പോൾ എക്സാമിന് എന്ത് ചെയ്യും, ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? താർ ഡെസേർട്ട് ആണ്. എല്ലാവർക്കും അറിയാം ഉത്തരം ഏതാണ്, താർ ഡെസേർട്ട് ആണ്, അല്ലെങ്കിൽ താർ മരുഭൂമിയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയോ, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മാപ്പിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു. അങ്ങനെ മാർക്ക് ചെയ്ത് നിങ്ങൾ എ ആണെങ്കിൽ എ എന്നിട്ടാൽ മതി. ചില ആൾക്കാർക്കുള്ള സംശയമാണ്, സാർ അവിടെ പേര് എഴുതേണ്ടതുണ്ടോ, ഓരോ പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ അവിടെ പേര് എഴുതണോ? മക്കളെ, പേര് എഴുതണമെന്നൊന്നുമില്ല. നിങ്ങൾ ABCD അങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി കേട്ടോ. അങ്ങനെ കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അതിന്റെ പേര് എഴുതണമെന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഇനി എഴുതിയോ എന്ന് വിചാരിച്ചതുകൊണ്ട് അതുകൊണ്ട് എല്ലാ പ്രശ്നവും ഇല്ല കേട്ടോ. ഇനി മക്കൾ നോക്കിയോ, അടുത്തത് വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡെസേർട്ട് ഇൻ ആഫ്രിക്ക. അടുത്ത ചോദ്യം ഇതാണ്, ബിഗ്ഗസ്റ്റ് ഡെസേർട്ട് ഇൻ ആഫ്രിക്ക. മക്കളെ, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ്? ബിഗ്ഗസ്റ്റ് ഡെസേർട്ട് ഇൻ ആഫ്രിക്ക കേട്ടോ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമുക്കറിയാം ആ മരുഭൂമിയുടെ പേരാണ് സഹാറയാണ് അല്ലേ. ഉത്തരം സഹാറ ഡെസേർട്ട് ആണ്. സഹാറ ഡെസേർട്ട് ആണ് റൈറ്റ് ആൻസർ അല്ലേ. സഹാറ മരുഭൂമിയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇതേപോലെ തന്നെ ഇതാണ് ആഫ്രിക്കൻ വൻകര. ഇത് ആഫ്രിക്കൻ വൻകരയാണ്. ആഫ്രിക്കൻ വൻകരയുടെ ഈ ഒരു ഭാഗത്താണ് ആരുള്ളത്, സഹാറ ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു പോർഷനാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെയാണ് സഹാറ എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ സഹാറ എന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ തന്നെ ബി എന്ന് എഴുതിയാലും മതി അല്ലേ. ഇവിടെ ബി എന്ന് എഴുതിയാലും മതി. സഹാറ എന്ന് ചെയ്യുന്നു, അങ്ങനെ ബി എന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. റെഡി അല്ലേ? റെഡി. ഇനി നോക്കിയോളൂ, അടുത്ത ചോദ്യം നോക്കിയോ, ഇങ്ങനെ വരും, ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക. തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമി.
2026 നമ്മുടെ മോഡൽ എക്സാമിനകത്ത് അത് ചോദിച്ചിട്ടുണ്ട്. മോഡൽ എക്സാമിൻ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറ്റകാമയാണ്. റൈറ്റ് ആൻസർ അറ്റകാമ ഡെസേർട്ട് ആണ് അല്ലേ, അറ്റകാമയാണ്. തെക്കേ അമേരിക്കയിലുള്ള, നിങ്ങൾ നോക്കുക, തെക്കേ അമേരിക്കയിലുള്ള ഈ ഒരു അറ്റത്തുള്ളത്, നമ്മുടെ ഈ ഒരു അറ്റത്തുള്ളതാണ് ഇത് അറ്റകാമയാണ് അല്ലേ. ഇത് പഠിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു അറ്റമാണ്, ഒരു അറ്റം ഈ ഒരു പ്രധാനപ്പെട്ട ഭൂമിയുടെ ഈ ഒരു അറ്റമുണ്ടല്ലോ, ഇവിടെ ഒരു അറ്റമുണ്ട്, ഇവിടെ ഒരു അറ്റമുണ്ട്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയ ആണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു അറ്റത്താണ്, അപ്പോൾ ഈ അറ്റത്താണ് ഇത് അറ്റകാമ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ വിച്ച് ഡെസേർട്ട് ലൈസ് അലോങ് ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്ക? ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏതാണ്? മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം, ആഫ്രിക്കയിലെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിന്റെ ആൻസർ നമീബാണ്. നിങ്ങൾ നോക്ക്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുന്നത് ആഫ്രിക്കയിലെ പടിഞ്ഞാറ്, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നിങ്ങൾ കണ്ടോ, ഇതാണല്ലോ നമ്മുടെ ആഫ്രിക്കൻ കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ മുകൾ ഭാഗത്ത് സഹാറ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് കൽഹാരി വരുന്നുണ്ട്. എന്നാൽ വെസ്റ്റ് ഭാഗം മക്കൾ ശ്രദ്ധിക്കണം, ഇതാണ് വെസ്റ്റ്, ഇത് വെസ്റ്റ് ആണ് അല്ലെങ്കിൽ പടിഞ്ഞാറാണ്. അതേപോലെ തന്നെ ഇത് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കാണ്. അപ്പൊ വെസ്റ്റ് ഭാഗത്ത്, ആഫ്രിക്കയുടെ വെസ്റ്റ് ഭാഗത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? നമീബാണ്. ആൻസർ ഏതാണ്? നമീബാണ് കേട്ടോ. നമീബാണ് വരിക കേട്ടോ, നമീബാണ്, ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ ഇതാണ് ഡെസേർട്ടിൽ നിന്നും നമുക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഇതാണ് കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്, താർ ഡെസേർട്ട് പഠിച്ചു വെച്ചോ, സഹാറ പഠിച്ചു വെച്ചോ, അറ്റകാമ പഠിച്ചു വെച്ചോ, നമീബ് നിങ്ങൾ എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ. ഇത് ഡെസേർട്ടിന്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, റെഡി അല്ലേ? ഇനി മക്കളെ അടുത്തത് ശ്രദ്ധിക്കുക, ടൈഗ റീജിയൻ ആണ്. ടൈഗ റീജിയന്റെ ലൊക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചോളൂ. വേൾഡിനകത്ത് ഈ ഒരു ഭാഗത്താണ് ടൈഗ ഉള്ളത് കേട്ടോ. ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി, ടൈഗ റീജിയൻ കാണുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രമേ അത് കാണുന്നുള്ളൂ, സദേൺ ഹെമിസ്ഫിയറിൽ ഇല്ല. അപ്പൊ ഞാനത് കോഡൊക്കെ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ടൈ എന്നോർക്കുക, ടൈ നമ്മൾ ഇതുപോലെ തന്നെ കെട്ടുന്ന ടൈ ഉണ്ടല്ലോ, ടൈ എവിടെയാണ് നമ്മൾ കെട്ടുക? മുകളിലാണ് നമ്മൾ കെട്ടുക. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചോ മതി. അപ്പൊ ടൈ എവിടെയാണ്? മുകളിലാണ് ടൈ എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. അപ്പൊ നമ്മൾ എന്താണ്? മുകളിലാണ് ഈ ടൈഗ വരിക കേട്ടോ. ടൈഗ എങ്ങനെയാണ് വരിക? ഓക്കെ, റെഡി. ഇനി അടുത്തത് അങ്ങനെയാണെങ്കിൽ സാവിന ക്ലൈമാറ്റിക് റീജിയൻസുമായി ബന്ധപ്പെട്ടാണ്. ഇങ്ങനെയുള്ള സ്ഥലമാണല്ലോ സാവിന. അതിന്റെ മാപ്പ് നിങ്ങൾ നോക്കിയോളൂ. സാവിനയ്ക്കകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടിനെ വിളിക്കുന്ന പേരെന്താണ്? ആ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പേരാണ് ഈ പറയുന്ന സാവന്നയാണ് അല്ലെ. ആൻസർ സാവന്ന. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ആഫ്രിക്കയിലെ ഈ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഇത് സാവന്നയാണ് റൈറ്റ് ആൻസർ അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ഇതേപോലെ തന്നെ സാവന്നയാണ് അല്ലേ. ഓപ്ഷൻ എ സാവന്നയാണ്, ഓർത്ത് വെച്ചോളൂ. ഓപ്ഷൻ എ സാവന്നയാണ് ഇത് ഓപ്ഷൻ എ വരുന്നത്. റെഡി. അടുത്തത് അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ബ്രസീൽ. മകളെ, ബ്രസീലിലെ ഉഷ്ണമേഖല പുൽമേട് ഏതാണ്? ബ്രസീലിലുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചത്. ബ്രസീലിലുള്ളതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ക്യാമ്പോസ് എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേരാണെന്ത്? ക്യാമ്പോസ് ആണ്. ക്യാമ്പോസ് എന്നാണ് ബ്രസീലിലുള്ളതിന്റെ പേര് കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോളൂ, ഇതുപോലെ തന്നെ ക്യാമ്പോസ് ഇവിടെയാണ് ബ്രസീൽ. ഈ പറയുന്ന ബി എന്ന് പറയുന്നത് ക്യാമ്പോസ് ആണ് കേട്ടോ. ക്യാമ്പോസ് ഇവിടെയാണ് ബി, ക്യാമ്പോസ്. ഇതാണ് ഇത് ക്യാമ്പോസ്. റെഡി. അപ്പോൾ ഓർത്ത് വെച്ചോതാ, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത ക്യാമ്പോസ്. റെഡി. അത് കഴിഞ്ഞാൽ അടുത്തത് വെനസ്വേലയിൽ അടുത്ത ചോദ്യമാണ്, ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ വെനസ്വേല. അതായത് വെനസ്വേലയിൽ ഉള്ള ഉഷ്ണമേഖല പുൽമേട് ഏത് എന്നാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരം ഇതുപോലെ തന്നെ ലെനോസ് ആണ്. ഏതാണ്? ലെനോസ്. ഓർത്ത് വെച്ചോളാം, ലെനോസ് ആണ് കേട്ടോ. ലെനോസ് മക്കളെ, എല്ലാവരും നോക്കിയോളൂ, ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് ലെനോസ്. ഇതാണ് റൈറ്റ് ആൻസർ കേട്ടോ. ലെനോസ്, ഇവിടെയാണ് ലെനോസ് ഉള്ളത് കേട്ടോ. ഇതാണ് സി, ലെനോസ്. റെഡി. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചോളൂ സാവിന ക്ലൈമാറ്റിക് റീജിയൻസിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട സാധനം ഈ പറഞ്ഞ സാവിന, ആഫ്രിക്കയിലെ സാവിന, അതേപോലെ തന്നെ ക്യാമ്പോസ്, ലെനോസ്. മകളെ, ഈ സാവിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാവിന, ഈ പറഞ്ഞ ചാവുന്ന എന്ന് ഓർക്കുക മതി. ചാവുന്ന നിങ്ങൾ നോക്കിയാൽ മതി. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പട്ടിണി കൊണ്ട് മരിക്കുന്ന പ്രധാനപ്പെട്ട കോണ്ടിനെന്റുകളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ, ആ കോണ്ടിനെന്റ് എന്ന് പറഞ്ഞാൽ അത് ആഫ്രിക്കയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, സാവിന, ചാവുന്ന ആൾക്കാർ ചാവുന്ന സ്ഥലം, പട്ടിണി കൊണ്ട് ആൾക്കാർ ചാവുന്ന സ്ഥലം ആഫ്രിക്കയാണ്.
അപ്പോൾ നമുക്ക് ഡൗട്ട് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഴുതാൻ പറ്റും. പിന്നെ ക്യാമ്പോസ് നിങ്ങൾ ഓർത്താൽ മതി. ക്യാമ്പോസ് എന്ന് ഓർക്കുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ബ്രസീലല്ലേ, ബ്രസീലത്തെ ക്യാമ്പോസ് എന്നുള്ള ഓർക്കുക എത്ര മതി. ക്യാമ്പ് എന്ന് ഓർത്താൽ മതി. ക്യാമ്പ് എന്തിൻ്റെതാണ്? ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പ്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഫുട്ബോളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ബ്രസീൽ, പിന്നെ അർജന്റീന അല്ലേ. ബ്രസീൽ അർജന്റീന അങ്ങനെയല്ലേ സാധാരണ നമ്മളെപ്പോഴും പറയുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, ഇതുപോലെ ബ്രസീലാണെന്നുള്ളത് ഓർത്ത് വെച്ചോളാം. റെഡി, ഓർത്ത് വെച്ചോളാം. പിന്നെ വെനസ്വേല, അതാണ് ലെനോസ്. വെനസ്വേല അതിലാണ് ലെനോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചോളെ. അപ്പോൾ ഇതാണ് ഈ ഒരു സാവന ക്ലൈമാറ്റിക് റീജിയൻസുമായി ബന്ധപ്പെട്ട് എഴുതാനുള്ളത്. റെഡി. അടുത്തത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ നോക്കിയുള്ളൂ, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ആണ് ഇവിടെ കാണുന്ന ഗ്രാസ് ലാൻഡുകൾ. അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എന്തൊക്കെ വരാം നമുക്കത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഓസ്ട്രേലിയ. മക്കളെ, ഓസ്ട്രേലിയയിലുള്ള പ്രധാനപ്പെട്ട മിതോഷ്ണ പുൽമേട് ഏതാണ്? ഓസ്ട്രേലിയയിലുള്ളത് ഏതാണ് മക്കളെ? നമുക്ക് നോക്കാം. ഓസ്ട്രേലിയയിലുള്ളതിന്റെ പേരാണ്, അതാണ് ഡൗൺസ്. അപ്പോൾ നിങ്ങൾ നോക്കിയോളൂ, ഇത് നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്? ഡൗൺസ് ആണ് അല്ലേ. ഓപ്ഷൻ എ ഡൗൺസ് ആണ്. ഇവിടെ കാണുന്നതാണ് ഡൗൺസ്. മക്കളെ, ഇത് കഴിഞ്ഞ എക്സാമിന്, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് അത് ചോദിച്ചിരുന്നു, ഡൗൺസ് കേട്ടോ. ഡൗൺസ് ഒക്കെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഡൗൺ താഴെയല്ലേ, അപ്പോൾ താഴെ എന്ന് ഓർത്താൽ മതി. താഴെ, അപ്പോൾ താഴെ എന്ന് പറയുമ്പോൾ ഇവിടെയല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ താഴെ ഉള്ളത്, ഇന്ത്യയുടെ താഴെ ഉള്ളത് ആരാണ്? ഓസ്ട്രേലിയ ആണ് അല്ലേ. ഈ ശ്രീലങ്ക കഴിഞ്ഞിങ്ങോട്ടുള്ളത് ഓസ്ട്രേലിയ ആണ്. അപ്പോൾ ഡൗൺസ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ആണ് കേട്ടോ. അപ്പോൾ എപ്പോഴും താഴോട്ട് പോകുക, താഴോട്ട് എവിടെയെങ്കിലും മാർക്ക് ചെയ്യുക, ഓസ്ട്രേലിയയോട് കേട്ടോ. റെഡി. അത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം നോക്കിയോളൂ. അപ്പോൾ ഡൗൺസ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ഡൗൺസ് ആണ് റൈറ്റ് ആൻസർ. ഡൗൺസ് ആണ് ഇത് റൈറ്റ് ആൻസർ. റെഡി. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ദ വേൾഡ്? മക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ മിതോഷ്ണ പുൽമേട് ഏതാണ്? ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റെപ്പീസ് ആണ് ആൻസർ. ഇതുപോലെ തന്നെ ഓപ്ഷൻ ബി സ്റ്റെപ്പീസ്. ഇവിടെ കണ്ടോ, നമ്മൾ ഇത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ഥിതി ചെയ്യുന്ന സ്റ്റെപ്പീസ് ആണ് ഇത് റൈറ്റ് ആൻസർ കേട്ടോ. സ്റ്റെപ്പീസ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റെപ്പീസ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചോളണം. ഏതാണ്? ഇതേപോലെ തന്നെ സ്റ്റെപ്പീസ് ആണ് കേട്ടോ. സ്റ്റെപ്പീസ് ആണ് ഇത് റൈറ്റ് ആൻസർ. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ മിതോഷ്ണ പുൽമേട്. ആഫ്രിക്കയിലെ മിതോഷ്ണ പുൽമേട് ഏതാണ് എന്നാണ് ചോദിച്ചത്. അതിന്റെ ആൻസർ നോക്കിയോളൂ. അതുപോലെ തന്നെ സി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ പറയുന്ന വെൽഡ് ആണ്. സി മീൻസ് വെൽഡ് ആണ്. മകളെ, ഒറ്റ കാര്യം എടുത്താൽ മതി. ഈ വെൽഡൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട. ഒരൊറ്റ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. വെൽഡ് വി അല്ലേ ഫസ്റ്റ് ചെയ്ത. അപ്പോൾ ഒരു വി ഷേപ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് വെച്ചത്. വി ഷേപ്പ്. മകളെ, വി ഷേപ്പിലുള്ള പ്രധാനപ്പെട്ട ഈ ഒരു കോണ്ടിനെന്റിന്റെ സ്ഥലങ്ങൾ ഏതാണ്? ഇവിടെ ഒരു വി ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇന്ത്യയുടെ ഇവിടെ ഉണ്ട്. ഇന്ത്യൻ്റെ ഇവിടെ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വി പോലുള്ളത് എവിടെയാണ്? ഇവിടെയാണ്. വെൽഡ് കണ്ടോ? വെൽഡ് വി കണ്ടോ? വെൽഡ് പോലെ, വി പോലെ. അപ്പോൾ ഓർത്ത് വെച്ചോ, വെൽഡ് കേട്ടോ. വെൽഡ് ഈ പറയുന്ന ഈ ഒരു ഭാഗത്താണ് ഉള്ളത് കേട്ടോ. റെഡി. ആഫ്രിക്കയിലാണ്. ഇനി അടുത്തൊരു ചോദ്യം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഈ പറയുന്ന വെൽഡ് ആണ്. വെൽഡ് ആണ് റൈറ്റ് ആൻസർ. വെൽഡ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മക്കളെ, ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ സൗത്ത് അമേരിക്ക. തെക്കേ അമേരിക്കയിലെ മിതോഷ്ണ പുൽമേട്. മക്കളെ, തെക്കേ അമേരിക്കയിലെ മിതോഷ്ണ പുൽമേട് എന്ന് പറഞ്ഞാൽ അതാണ് പാമ്പസ്. ഈ പറയുന്ന പാമ്പസ് ആണ്. ഓപ്ഷൻ ഡി. ഇതേപോലെ തന്നെ പാമ്പസ് ആണ് കേട്ടോ. പാമ്പസ് ആണ്. ഓക്കെ, പാമ്പസ് കേട്ടോ. പാമ്പസ് ആണ് ഇത് ഇവിടെ വരുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോളേ, പാമ്പസ്. ഞാൻ അതിന്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ആ പാമ്പസ്, യെസ്, പാമ്പസ് ഒക്കെ ഞാൻ ഇതുപോലെ തന്നെ ലൈവിനകത്തൊക്കെ അതിന്റെ കോഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ അത് ഓർക്കുക കേട്ടോ. റെഡി, സെറ്റ്. ഇനി യെസ്, തന്നെ പാമ്പേഴ്സ് തന്നെ ഓർക്കുക. പാമ്പേഴ്സ് അടിയിലല്ലേ പാമ്പേഴ്സ് ഉണ്ടാവുക. അപ്പോൾ പാമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഓർക്കുക കേട്ടോ. എന്നാൽ കിട്ടും. റെഡി. ഇനി അപ്പോൾ ഓർത്ത് വെച്ചോ, പാമ്പസ്. ഇതിന്റെ ആൻസർ എന്താണ്? ഇതുപോലെ തന്നെ പാമ്പസ് ആണ്. പാമ്പസ് ആണ്. റെഡി. അടുത്ത ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ദ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ നോർത്ത് അമേരിക്ക. വടക്കേ അമേരിക്കയിലെ മിതോഷ്ണ പുൽമേടുകൾ. വടക്കേ അമേരിക്കയിലുള്ളതാണ് മകളെ ഈ പറയുന്ന ഓപ്ഷൻ ഇ ആണ്. പ്രിയറീസ് ആണ് കേട്ടോ. ഏതാ വരിക? പ്രിയറീസ്. ഒറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ലോകത്തിപ്പോൾ നിങ്ങൾക്കറിയാലോ, ഈ അമേരിക്ക അതുപോലെ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ലോകത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അമേരിക്കയോട് പ്രാർത്ഥിക്കുകയാണ്, അമേരിക്ക അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അപ്പോൾ ലോകത്തിലെ എല്ലാ ആൾക്കാരും അമേരിക്കയോട് എന്ത് ചെയ്യാണ്? പ്രയർ ചെയ്യാണെന്ന് ഓർത്തുക. പ്രയർ ചെയ്യാണ്. പ്രയർ ആരോടാ ചെയ്യുന്നത്? അമേരിക്കയോടാണ്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇതുപോലെ തന്നെ പ്രിയറീസ് ആണ്. റെഡി അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചോ, ഇത്തരത്തിലേക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യും? ചോദ്യങ്ങൾ എന്ത് ചെയ്യും?
വരും മക്കളെ, ഇങ്ങനെ ചോദ്യം വരും കേട്ടോ. അപ്പോൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇത്രയും സാധനങ്ങൾ മാപ്പിനകത്ത് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ പോകാൻ വേണ്ടി പാടുള്ളൂ. ഇത് ഷുവറാണ്, ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക കേട്ടോ. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം മക്കളെ, ഇത് പഠിക്കണം. ഓക്കെ, സെറ്റല്ലേ? സോ ഇതിൻ്റെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ. സോ മക്കളെ, നമ്മുടെ ഈ ഒരു വർഷത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള, നിങ്ങൾക്കറിയാലോ സൈലത്തിൻ്റെ ഒരുപാട് ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകൾക്കകത്ത് നീന്തുന്നുണ്ട്, ഇതുപോലെ തന്നെ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏറ്റവും മെയിനായിട്ട് ഇതേപോലെ തന്നെ നീറ്റ് ജെഇ പോലുള്ള റാങ്കൊക്കെ നിങ്ങൾക്ക് നേടണമെങ്കിൽ സൈലത്തിൽ നിങ്ങൾക്കറിയാം ഒരു നെക്സ്റ്റ് എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ നടത്തുന്നുണ്ട്. സോ ഈ നെക്സ്റ്റ് എക്സാമിനകത്തൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മകളെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്താണ് സ്കോളർഷിപ്പോട് കൂടി ഈ സ്ഥലത്തിൽ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടുന്നത്. സോ എല്ലാ ആൾക്കാരോടും പറയുന്നത്, ഈ ഡേറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഈ ഒരു മാർച്ച് 14 ഡേറ്റ് നിങ്ങൾ വരണം. അന്ന് എക്സാം നടക്കുന്നുണ്ട്. ആ എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു 100% സ്കോളർഷിപ്പോട് കൂടി തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. സോ എല്ലാ ആൾക്കാരും ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മക്കൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ നിർബന്ധമായി നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി പബ്ലിക് ലൈവുകളൊക്കെ വരാനുണ്ട്. സോ അതിനകത്ത് കാണാം. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.